ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു മുട്ടക്കറി ഉണ്ടാക്കുന്ന കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ. അടിപൊളി കറി കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ചോറിൻ്റെ കൂടെ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മുട്ട നമുക്ക് പുഴുങ്ങാനായിട്ട് വെക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഉപ്പും ഇട്ട് നമുക്കിതിനെ പുഴുങ്ങാൻ വെക്കാം. അപ്പോൾ നമ്മുടെ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മുട്ട അവിടെ ഇരുന്ന് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് അരപ്പൊക്കെ റെഡിയാക്കാവേ. അപ്പോൾ അരപ്പ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ അടുപ്പ് വെച്ചിട്ട് ഇതേണ്ട കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് കേട്ടോ. അതിലോട്ട് നമ്മുടെ പട്ട, പൂവ്, അങ്ങനെ നമ്മുടെ പച്ചമസാല എല്ലാ ഐറ്റവും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതാട്ടോ. ഞാനൊരു ചെറിയ സവോള ഏതാണ് 3 സവോളയാണ് എടുത്തിരിക്കുന്നത്. ആ 3 സവോളയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ സവോളയെല്ലാം ചേർത്ത് ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് വറ്റൽമുളക് കേട്ടോ. വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്താൽ പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്, അതൊരു സ്പൂൺ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഇതുപോലെ ഒരു ഫുള്ള് വെളുത്തുള്ളി ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ കൊടുത്ത് നമുക്ക് നന്നായിട്ട് അതിനൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഈ ഒരു പരുവാകുമ്പോഴത്തേനും ഇനി നമുക്കിതിനകത്തേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവേ. ഞാനിവിടെ ഒരു 1.5 സ്പൂൺ കാശ്മീരി ചില്ലി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിന് നിങ്ങൾ എടുത്തോണം കേട്ടോ. പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾപ്പൊടി കേട്ടോ. ഞാൻ ഇത്രയും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് പൊടിയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരെ പച്ചമണം മാറുന്നോടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതെല്ലാം നമ്മുടെ പൊടിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഫ്ലവർ പൊടി ഞാനൊരു 1/2 സ്പൂൺ കേട്ടോ, 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ ഈ ഗ്രേവിയിലോട്ട് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം മൂത്ത് വന്ന് അതിലോട്ട് ഞാൻ ഈ കോൺഫ്ലവർ പൊടി കലക്കിയത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിന് ശേഷം നമുക്ക് ഇതിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും കുരുമുളക് പൊടിയും കൂടെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്നോടെ നമുക്കതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേനും നമുക്ക് വേവിക്കാൻ വെച്ചിരിക്കുന്ന മുട്ട ഏത് പരുവായി നോക്കാം. ഒരു മുട്ട പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ, 1 അല്ല 2 മുട്ട പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ആ മുട്ടയെല്ലാം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ മിക്സിനകത്തോട്ട് കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മുട്ടയുടെ തൊണ്ടെല്ലാം മാറ്റി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തൊണ്ടെല്ലാം മാറ്റിയിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ കത്തി എടുത്തിട്ട് ഇതിന് ഓരോ വര കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുത്തിട്ട് ഇതുണ്ടോ, ഇതുപോലെ വരഞ്ഞു കൊടുക്കുക. അപ്പം ഞാൻ എല്ലാ മുട്ടയും ഇതുപോലെ തന്നെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ടയെല്ലാം വരഞ്ഞതിന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ പാൻ അടുപ്പിൽ വെക്കുക. അതിലോട്ട് കുറച്ച് ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി ഇങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കാം കേട്ടോ. ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി, കരിഞ്ഞു പോകരുതേ. അത് മൂത്ത് വരുമ്പോഴത്തേനും നമ്മുടെ മുട്ടയെല്ലാം വരഞ്ഞു വെച്ചിരിക്കുന്ന മുട്ടയെല്ലാം അതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുക്കണ്ട, അത് വരഞ്ഞു വെച്ചേക്കുന്ന പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കറക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ മുട്ടയെല്ലാം ആ ഗ്രേവിക്കകത്ത് ആ അരപ്പെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗ്രേവിയൊക്കെ ഇവിടെ വെള്ളമൊക്കെ പറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് നമുക്ക് നമ്മുടെ മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുട്ട ചേർക്കുന്നത് മിസ്സായിപ്പോയി കേട്ടോ. അപ്പോൾ മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ആ മുട്ടയുടെ അരപ്പ് ബാലൻസ് ഉണ്ടായിരുന്നു ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഗ്രേവിക്കകത്ത് കിടന്ന മുട്ടയൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ടോ. നല്ല അടിപൊളി ഗ്രേവി കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ചേർക്കുന്നുണ്ട്. മല്ലിയിലയൊക്കെ ചേർത്ത് നമ്മുടെ മുട്ടക്കറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ചോറിൻ്റെ കൂടെ ആണെങ്കിലും അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാനായിട്ട് അടിപൊളി കറി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കണ്ടോ, നല്ല ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.